ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വിരുന്നിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകാം. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊടുക്കാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അത്യാവശ്യം തുണി സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 2-3-4 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മളൊരു ഞായറാഴ്ചയാണ് പോകുന്നത്. കറക്റ്റ് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല കേട്ടോ. അത് വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായില്ലേ, അതുകൊണ്ട് കറക്റ്റ് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. അതുപോലെ ഒരു ഞായറാഴ്ചയാണ് പോയത്. പിന്നെ ഞങ്ങൾ ഒരു വ്യാഴാഴ്ചയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ രാവിലെ ഒരു 10 മണി 10:30 കഴിഞ്ഞ സമയത്ത് നേരെ വീട്ടിലോട്ട് വിടുകയാണ്. അപ്പൊ ഞാനും ചേട്ടൻ മാത്രമേ ഉള്ളൂ. കൊല്ലത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിന് കൂടുതലുണ്ട് കേട്ടോ നമ്മുടെ വീട്ടില്, പത്തനംതിട്ട വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെ, നമ്മളൊരു ഉച്ചയോട് അടുപ്പിച്ചൊക്കെയാണ് അവിടെ എത്തിയത്. പോകുന്ന വഴി വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പത്തേ നമ്മൾ നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരാഴ്ചക്ക് ശേഷം, കൃത്യം ഒരാഴ്ചക്ക് ശേഷം ആണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. അപ്പൊ അതേ ഒരു 2 വളവൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും. അങ്ങനെ നമ്മള് നമ്മുടെ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷം വീട്ടിലോട്ട് വരുന്നതിൻ്റെതായ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി വീണ്ടും നമ്മുടെ സ്ഥിരം കാണുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വ്ളോഗിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി റീച്ച്ഡ് ഹോം. ബാഗുണ്ട്. അയാള് വിചാരിച്ചോണ്ട് ഒരു വെള്ളം ഇല്ല, വടിക്ക് അരപ്പില്ലെന്നോ? പെട്ട് കിടക്കുന്ന സാധനങ്ങൾ. അത് മുകളിലോട്ട് വിടപ്പെടാ, ചൊക്കെ വിടച്ചേരുന്നു. അങ്ങോട്ടങ്ങനെ മാറ്റിയിട്ട് അപ്പൊ നമ്മൾ 10:30 കഴിഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് തന്നെ നട്ടുച്ച സമയമായിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് എത്തിയപ്പോൾ. അപ്പൊ വന്ന സമയത്ത് അച്ഛൻ ഉണ്ടായിരുന്നില്ല. അച്ഛൻ എവിടെയോ പണിയുടെ ആവശ്യത്തിനായിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി, മീൻ കറി, പരിപ്പ്, അവിയല്, ബീഫ്, മോര്, ചോറ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അച്ഛനും വന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ വിരുന്നാണ്. പെണ്ണിന്റെ വീട്ടിലാണല്ലോ ആദ്യത്തെ വിരുന്ന്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി എല്ലായിടത്തും വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെല്ലാവരുടെ ഫാമിലി ആയിട്ടിരുന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും നല്ല ഒരു മഴ പെയ്തു കേട്ടോ. നമുക്ക് അത്യാവശ്യമായിട്ട് പത്തനംതിട്ട വരെ ഒന്ന് പോകണം. അപ്പൊ നമ്മുടെ കല്യാണത്തിന് വാങ്ങിച്ചതിൽ ഒരു ഷോമാലയുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മലബാർ ഗോൾഡിലേക്ക് പോകണമായിരുന്നു. അപ്പൊ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ളതൊന്നും നമ്മൾ മാരേജിന്റെ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മലബാർ ഗോൾഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പത്തനംതിട്ട ദീപാപ്പയുടെ വീട്ടിൽ കയറി. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കാനുള്ള, വിരുന്നിന് ചെല്ലുമ്പോൾ കൊടുക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും മഴ ശക്തമായിട്ടൊന്ന് പെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു പത്തനംതിട്ട മാത്രമുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഭയങ്കര മഴയായിരിക്കും. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഇട്ട് ഡിഗ്ഗിക്കകത്തൊക്കെ വെച്ചിട്ട് തിരിച്ചു കയറി മഴ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് മഴയൊക്കെ അത്യാവശ്യം തോർന്ന് ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ. അപ്പം ഞാനും ചേട്ടനും അമ്മയും അർജുനും കൂടാണ് പോകുന്നത്. പിന്നെ പത്തനംതിട്ട ചെല്ലുമ്പോൾ അപ്പയും കൂടെ വരും. അപ്പം നമ്മൾ ഇത്രയും പേരും കൂടാണ് മലബാർ ഗോൾഡിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വൈകിട്ട് ദിവാപ്പയുടെ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പം അതിപ്പോൾ ഒരു ചാറ്റൽ മഴ പെയ്യുന്നതേ ഉള്ളൂ. ആ ശക്തമായിട്ടുണ്ടായിരുന്ന മഴയൊക്കെ അങ്ങ് പോയി.
അപ്പൊ കണ്ടില്ലേ മുറ്റമൊക്കെ നനഞ്ഞെടുക്കുക, കാറ് കിടക്കുന്ന ഭാഗത്ത് മഴ പെയ്തൊരു ലക്ഷണം പോലും ഇല്ലാതെ പോലെ കിടക്കുന്നത്. നമുക്കിപ്പോ മുറ്റത്ത് ഇത് ഇട്ടുകൊണ്ട് വലിയ ചള്ളയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നേരത്തെ ആണെങ്കിൽ ഭയങ്കര സീനായിരുന്നു, കാരണം മുറ്റത്ത് ഭയങ്കര ഇളക്കിയിട്ടിരിക്കുന്ന മണ്ണായതുകൊണ്ട് ഭയങ്കരമായിട്ട് ചള്ള കൂടുമായിരുന്നു. അങ്ങനെ നമ്മള് നേരെ ഇനി പത്തനംതിട്ടയ്ക്ക് വിടുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞ് സമയമാണ് ആയതുകൊണ്ട് നല്ല രീതിയിൽ രാവിലെയും വൈകിട്ടും നല്ലപോലെ കോട ഇറങ്ങുന്നുണ്ട്. അപ്പൊ വഴിയിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞു. നമുക്ക് നേരെ ഇനി മലബാർ ഗോൾഡിലോട്ട് പോകണം. അവർ രണ്ടുപേരും ഇക്കു ട്യൂഷനും പോയിരിക്കുകയാണ്. അദ്വൈതും എന്തൊക്കെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അങ്ങനെ അപ്പയും കൂട്ടിയിട്ട് നമുക്ക് നേരെ ഇനി മലബാർ ഗോൾഡിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ പത്തനംതിട്ട ടൗണിലേക്ക് എത്തിയപ്പോൾ അവിടെ എന്തോ കമ്മ്യൂണിസ്റ്റുകാർ എന്തോ പ്രോഗ്രാം ഒക്കെ നടക്കാൻ തോന്നുന്നു. മൊത്തത്തിൽ ഒരു ചുമപ്പുമയം. അപ്പൊ പത്തനംതിട്ട വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മഴയുടെ ലക്ഷണം പോലും ഇല്ല കേട്ടോ. മൊത്തത്തിൽ വറ്റി വരണ്ട് കിടക്കുന്നു. ആകാശം കുറച്ച് മേഘാവൃതമായി കിടക്കുന്നു എന്നല്ലാതെ ഒരു മഴയുടെ ഒരു ലക്ഷണമില്ല. നമ്മുടെ ആ ഒരു ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മഴയും തോന്നുന്നു. അങ്ങനെ ഫൈനലി 1.5 മാസത്തിന് ശേഷം നമ്മൾ മലബാർ ഗോൾഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ ഇത് മാറ്റിയെടുക്കണമെന്ന് അവർ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പോ ധൃതി പിടിച്ച് വന്നത്. അങ്ങനെ മലബാർ ഗോൾഡിലേക്ക് എത്തിയപ്പോൾ താഴെ പാർക്ക് ചെയ്യേണ്ട, മുകളിൽ സ്ഥലം ഉണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ നേരെ മുകളിലേക്ക് വന്ന് മുകളിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഏതാണ്ട് സമയം ഒരു 5:30-6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പൊ നമ്മള് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. പകലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നമുക്കിപ്പോ ഇവിടെ പാർക്ക് ചെയ്യാനും സ്ഥലം കിട്ടിയത്. അല്ലെങ്കിൽ എപ്പോഴും അവിടെ ഫുള്ളായി കിടക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഇനി ഷോപ്പിനകത്തേക്ക് കയറാം. അങ്ങനെ നമ്മൾ കൂടുതലും ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ വള, അതുപോലെ തന്നെ ചെറിയൊരു ചെയിന്, പിന്നെ കമ്മലൊക്കെ ഞാൻ കൂടുതലും നമ്മുടെ ഫാൻസി ആയിട്ട് കണ്ടിടാറില്ല. പിന്നെ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിംഗ് ടൈപ്പിലുള്ള ചെറിയൊരു കമ്മൽ വാങ്ങണമെന്ന് വിചാരിച്ചു. പിന്നെ 1-2 മോതിരം നോക്കണമെന്ന് വിചാരിച്ചു. കാരണം മാരേജിന്റെ സമയത്ത് വന്നപ്പോൾ നമ്മൾ 2 മോതിരം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ കൈക്ക് ചേർന്ന് മോതിരം ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇന്നും ജസ്റ്റ് ചുമ്മാ ഒന്ന് പരതിയെങ്കിലും 2 മോതിരം കൂടെ കിട്ടി. അങ്ങനെ മോതിരവും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം നമ്മൾ ചെറിയ ചെറിയ ഐറ്റംസ് ആണ് കേട്ടോ. നമുക്ക് ഒത്തിരി ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇടാറില്ല. അതുകൊണ്ട് ആറ്റിയിട്ട് നമ്മൾ എല്ലാം കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ എടുത്തു. അപ്പോൾ സമയം 1.5 മണിക്കൂർ എടുത്തുള്ളൂ നമുക്ക് മൊത്തം. പിന്നെ അത് മാറ്റുന്നതിന്റെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ബില്ല്. അങ്ങനെ നമ്മൾ എല്ലാം മാറ്റിയൊക്കെ എടുത്തിട്ട് ഒരു 7:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. ഇവിടെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ പിന്നെ ഒന്നുകൂടി ഒരു മഴ പെയ്തു എന്ന് പറഞ്ഞു. ഇവിടെ മഴ പോയിട്ട് ഒരു ലക്ഷം മഴയുടേതായ യാതൊരുവിധ ലക്ഷണങ്ങളില്ലായിരുന്നു. അപ്പൊ നമ്മൾ അപ്പയുടെ വീട്ടിലേക്ക് എത്തി. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ചായയൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക. ചായ ഉണ്ട്, പിന്നെ കേക്കൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇക്കൊക്കെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പേട പോലെ സംഭവം, അതും കൊള്ളാം. പിന്നെ കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാരങ്ങ വെള്ളം. അപ്പൊ അതൊക്കെ കുടിച്ച് എൻജോയ് ചെയ്തിട്ട് രാത്രി തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ അമ്പലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ആറന്മുള അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. രാവിലെ എന്റെ ബ്രൈറ്റ് വീടെയാ, അതൊന്നും ഇതുവരെ പൊട്ടിപ്പോലും പോയിട്ടില്ല. ആരും അഴിച്ചത് മാറ്റിയില്ല, അവിടെ തന്നെ ഇങ്ങനെ കിടക്കുക. ആഴ്ച 1 അതൊക്കെ അവിടെ, ആഴ്ച 1 1 മേളയായി അതൊക്കെ അവിടെ തൂങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ രാവിലെ തന്നെ അച്ചാമ്മ പത്രമൊക്കെ വായിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരെ വണ്ടിയെടുത്ത് ആറന്മുളക്ക് വിടാൻ പോവാണ്. നമ്മള് ചേട്ടൻ വഴിയൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തോട്ടൊക്കെ പോവാണ്. അങ്ങനെ നമ്മൾ ഫൈനലി ആറന്മുള അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാ തവണയും ആറന്മുള വരുമ്പോൾ നമ്മളൊരു തുളസിമാല സ്ഥിരമായിട്ട് കൊടുക്കാറുള്ളതാണ്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ 2 ഫോണിലായിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പൊ അതാണ് ഒരു ക്ലാരിറ്റി വ്യത്യാസം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ കൈയൊക്കെ നനച്ച് തുളസിമാലയൊക്കെ വാങ്ങി. 3 തുളസിമാലയായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ തുളസിമാലയൊക്കെ വാങ്ങിച്ച് നമ്മൾ രസീതൊക്കെ എഴുതി വഴിപാടൊക്കെ നടത്തി അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. ചേട്ടൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു തവണ എന്തോ ആറന്മുള വന്നിട്ടുള്ളൂ. പിന്നെ സ്ഥിരം സ്ഥലമാണല്ലോ ആറന്മുള അമ്പലം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയിട്ട് ചേട്ടന് സത്രക്കടവൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. താഴെ ഇങ്ങനെ കടവ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ നിന്നൊക്കെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇതാണ് നമ്മുടെ ആറന്മുള ആറ്. അപ്പൊ വള്ളസദ്യയൊക്കെ കഴിഞ്ഞപ്പോൾ ഒട്ടും ആളും അനക്കൊന്നും ഇല്ലാതായി പോയി. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് നിൽക്കുന്ന സ്ഥലം. അപ്പൊ നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയി കാല് നനയ്ക്കാന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നു. അപ്പൊ വെറുതെ അവിടെ ചെന്ന് ഈ കടി വാങ്ങിക്കണം എന്ന് വിചാരിച്ചു നമ്മൾ കാല് നനയ്ക്കാതെ പോന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ കാറിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ചലം പോലൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് കേട്ടോ. ഇത് എനിക്ക് ഇവിടുന്ന് തന്നെ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അതിങ്ങനെ നമ്മുടെ മിററിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടു. പക്ഷെ സംഭവത്തിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് ഇങ്ങനെ വെച്ചാലേ ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ റിവേഴ്സ് ക്യാമറ കാണത്തില്ല.
അങ്ങനെ അതെ നമ്മൾ ഒരു സൈഡിൽ ഗുരുവായൂരപ്പനും ഒരു സൈഡിൽ ഗണപതിയാണ് കേട്ടോ. അവിടെ നമ്മൾ നേരെ ചെങ്ങന്നൂർ അമ്പലത്തിലും വന്ന് ഇവിടെയും കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി അത് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. അവിടെ നേരെ നമ്മൾ ഒരു ജ്യൂസും പോട്ടെ കരിക്ക് ഷേക്ക് കുടിക്കാൻ വേണ്ടിട്ട് വന്നു. അതെ നമ്മുടെ കരിക്ക് ഷേക്കും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ കൊല്ലത്തുനിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കരിക്ക് ഷേക്ക് കേട്ടോ. അത്ര ഒരു രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനകത്ത് കുറെ പിസ്ത ഫ്ലേവർ ഒക്കെ ആഡ് ചെയ്തത് കുളവാക്കിയ പോലെ തോന്നി. അത് കഴിഞ്ഞപ്പോ നമ്മൾ അർജുനെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് പോകും. അപ്പൊ അവൻ കല്യാണ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പൊ അവനും കൂടെ വീട്ടിലുള്ള ദിവസം നോക്കിയിട്ടാണ് കേട്ടോ നമ്മള് ഞായറാഴ്ച വരാനായിട്ട് ഇന്ന്. അപ്പൊ പോകുന്ന വഴിക്കില്ല, നമ്മൾ അവരെ വിട്ടിട്ട് തിരിച്ചു വന്ന അപ്പച്ചിയുടെ വീട്ടിലൊക്കെ കയറണം. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്. അപ്പൊ നമുക്ക് നേരെ ഇനി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അർജുനെ വിട്ടിട്ട് അവിടെ നമുക്ക് അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു സിനിമയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ട് ഓൺലൈൻ ബുക്കിംഗ് നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അമരൻ സിനിമ തിയേറ്ററിൽ കാണുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എന്താ ഇതിപ്പോ അമരൻ ഇറങ്ങിയിട്ട് കുറെ ആയതുകൊണ്ട് അങ്ങും ഇങ്ങൊക്കെ ഓരോ തിയേറ്ററിലൊക്കെ ഉള്ളൂ. നമ്മൾ നോക്കിയപ്പോ പത്തനംതിട്ടയിൽ നിന്നൊക്കെ അമരൻ പോയി. ഭയങ്കര ആഗ്രഹമായിരുന്നു അമരൻ സിനിമ കാണണോ തിയേറ്ററിൽ കാണണോന്ന്. പക്ഷെ അത് പറ്റിയില്ല കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി അർജുന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് തിരിച്ച് അപ്പയുടെ വീട്ടിലൊക്കെ കയറിയിട്ട് സമയം ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് പോവാം. അങ്ങനെ നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പൊ അത് കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നത് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോത്തീസിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പൊ അർജുന് ട്രെയിൻ ഏകദേശം സമയമായിട്ടുണ്ടാവും. 3:30 മെമു ഞാൻ തോന്നുന്നു പോകുന്നത് എറണാകുളത്തേക്കാ പോകുന്നത് കേട്ടോ. അപ്പൊ വെൽക്കം ടു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ അവനെ അവിടെ വിട്ടിട്ട് ഇനി നമുക്ക് വെൺമണിക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഉള്ളൂ നമുക്ക് വെൺമണിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ശബരിമല സീസൺ ആയതുകൊണ്ട് നമ്മുടെ പമ്പ ബസ് ആണ് കേട്ടോ ഇന്ന് ഇങ്ങനെ കിടക്കുന്നത് മുഴുവൻ. ശബരിമല സീസൺ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും തിരക്ക്. അല്ലെങ്കിൽ ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷന്റെ അത്രയും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ തിരക്കുള്ളതുകൊണ്ടാണ് ഇഷ്ടംപോലെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു അന്തരീക്ഷം കണ്ടാൽ നമുക്ക് പമ്പയിലോ സന്നിധാനത്തോ ഒക്കെ ചെന്നൊരു ഫീൽ വരത്തില്ല. സന്നിധാനവും പമ്പയും ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലത്തെ റോഡാണ്. ഒരു മാസമല്ല, നമ്മുടെ ഒരു 3 മാസത്തേക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ മണ്ഡലകാലം കഴിയുന്നതിന് വരെ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തന്നെ ശോകം തോന്നും. കാരണം പിന്നെ ആളും അനക്കം ഒന്നും ഇല്ലാതെ മൊത്തം ഒരു ശോകമുഖമായിട്ട് കിടക്കും. അങ്ങനെ നമ്മൾ അപ്പയുടെ വീട്ടിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇനി നേരത്തെ വീട്ടിലേക്ക് പോയി. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, 12 വിളക്കിന്റെ ദിവസമാണ്. നമ്മൾ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇലവന്തിട്ട അമ്പലത്തിൽ ഇലവന്തിട്ട അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പൊ നമ്മൾ നല്ല ഒരു ദിവസം തന്നെ വന്ന് 12 വിളക്കായതുകൊണ്ട് തന്നെ അമ്പലം മുഴുവൻ നല്ല അടിപൊളിയായിട്ട് വിളക്കൊക്കെ കത്തിച്ച് നല്ല മൊത്തം ഒരു പ്രകാശപൂരിതമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ദീപാരാധന സമയത്തായിരുന്നു ചെന്നത്. ദീപാരാധനയൊക്കെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ വെളിയിൽ നിൽക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ രാത്രിയിൽ ഇങ്ങനെ ചുറ്റും ഫുള്ള് വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ വെച്ച് ഇരിക്കുന്നത് കാണാന്. ഈ ഒരു സമയത്തൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഞാൻ കൂടുതലും രാവിലെ പോകുന്നത്, കാരണം തിരിച്ച് വിളിക്കാനൊക്കെ വരാൻ ആളില്ലാത്തതുകൊണ്ടേ. അങ്ങനെ അതും കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ അന്ന് പോസ്റ്റ്പോൺ ചെയ്ത് നമ്മുടെ സിനിമാ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പത്തനംതിട്ടയാണ് വന്നത്. പത്തനംതിട്ട നമ്മുടെ ധന്യാരമ്യയിലാണ് വന്നത്. ധന്യാരമ്യ പോട്ടെ, നമ്മൾ ഐശ്വര്യയിലാണ് വന്നത്. ഇപ്പൊ ട്രിനിറ്റിയിൽ നോക്കിയപ്പം നമ്മുടെ ഇതായിരുന്നു സൂക്ഷ്മദർശിനിയായിരുന്നു. അത് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. അപ്പൊ ഇന്നാണെങ്കിലും ഹലോ മമ്മി സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതും സൂക്ഷ്മദർശിനിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹലോ മമ്മി റിലീസായിട്ട് 1-2 ദിവസം കണ്ടേ ആയിട്ടുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങും ഇങ്ങും ഞങ്ങൾ കൂടെ ചേർത്തൊരു 4-3-7 പേരെ ആ സിനിമ കാണാനുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, അത്രയ്ക്ക് കൊള്ളാത്ത പടമാണെന്നൊക്കെ. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല അടിപൊളി കിഡിലും പടമായിരുന്നു കേട്ടോ. ചിരിച്ച് ഊപ്പാട് വന്നു. നല്ല 2 സിനിമ കണ്ടതിൽ 2 നല്ല അടിപൊളിയായിരുന്നു. സൂക്ഷ്മദർശിനി ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള പടവും ഹലോ മമ്മി നല്ല അടിപൊളി ഒരു കിഡിലും ചിരിപ്പടമായിരുന്നു. അപ്പൊ തിരിച്ചതേ നമ്മൾ അതിനകത്ത് കുറെ കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞ് നമ്മൾ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പത്തനംതിട്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ ദിയാപ്പയുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യണം. അപ്പൊ തിരിച്ചു പോകുന്ന വഴി നമ്മൾ അമ്മയെ കൂടെ കയറ്റിയിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ സമയം ഏകദേശം ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഒരു 3-4 ദിവസം പോയി കേട്ടോ. അങ്ങനെ നമ്മുടെ 3-4 ദിവസത്തെ വിരുന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി നമ്മുടെ വീട്ടിൽ കൊല്ലത്തേക്ക് പോവാണ്. അച്ഛാ
ടാറ്റാ. നമ്മളിന്ന് പോയാലും ഒരു 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും കേട്ടോ. കാരണം നമ്മളെ ഒരുപാട് പേര് വിരുന്നും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പോകാൻ വേണ്ടി ഒരു 2 ദിവസത്തിൽ വിളിച്ച് വരും. കാരണം നമുക്ക് ചേട്ടനാണെങ്കിൽ ഒരു 20 ദിവസം കൂടെ ഇനി ലീവ് ഉള്ള. അതിനിടയ്ക്ക് നമുക്ക് മൂന്നാറിനൊരു ട്രിപ്പ് ഉണ്ട്. പിന്നെ കുറേയേറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ 2 ദിവസം അവിടെയും വിരുന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇനി മുതൽ ഫുൾ ഒരു ഓട്ടപ്രദർശനമായിരിക്കും. ഇനി മുതൽ നല്ല കല്യാണം പിന്നെ അന്ന് മുതൽ ഓട്ടവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ ഇനി കൊല്ലത്തേക്ക് പോവാം. അപ്പൊ നമ്മൾ പന്തളത്തെത്തിയപ്പം നമ്മുടെ സ്വാമി അയ്യപ്പന്റെ സ്വന്തം മണ്ണ് അവിടെ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കയറി തൊഴുതിട്ട് പോകണമെന്നുണ്ടായിരുന്നു. ചേട്ടന് തിരുവാഭരണമൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങാനൊരു നിവൃത്തി ഇല്ലാതായി പോയി. അങ്ങനെ എന്തായാലും ഇനിയും മണ്ഡലകാലങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ കൊണ്ടുവന്ന് നമുക്ക് തിരുവാഭരണമൊക്കെ കാണിക്കാം. അപ്പൊ അടുത്ത മണ്ഡലകാലത്ത് കാണാമെന്ന് അയ്യപ്പനോട് പറഞ്ഞ് മീൻസ് തിരുവാഭരണം അടുത്ത മണ്ഡലകാലത്ത് കാണാമെന്ന് പറഞ്ഞ് നമ്മളിത് നേരെ കൊല്ലത്തിന് പോവാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.